ഹലോ, നമസ്കാരം. ഈ വീഡിയോ ചെയ്യാൻ കാരണം ഒരു ചാനലിൽ ഇന്നൊരു വാർത്ത വായിക്കാനിടയായി. ഛത്തീസ്ഗഡിൽ നിർബന്ധിച്ച് മതം മാറ്റിയ, നിർബന്ധിച്ച് മതം മാറ്റിയെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ സമുദായത്തിൽ വിശ്വസിച്ച 35 കുടുംബങ്ങൾ തിരികെ ഹിന്ദു ധർമ്മത്തിലേക്ക്. ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ ഭരണത്തിലുണ്ടെങ്കിലാണ് നിർബന്ധിച്ച് മതം മാറ്റാൻ നോക്കുന്നത്. ഭരണ സംവിധാനം ഉപയോഗിച്ച് നിർബന്ധിച്ച്, പോലീസിനെയും പട്ടാളത്തിനെയൊക്കെ ഉപയോഗിച്ച് നിർബന്ധിച്ച് മതം മാറ്റാം. പക്ഷേ അങ്ങനെ ഒരു ഭരണം ഇന്ത്യയിലില്ല. ഉണ്ടായിരുന്നു. മുസ്ലിങ്ങൾ 850 വർഷം ഇന്ത്യ ഭരിച്ചു. ആരെയും നിർബന്ധിച്ച് മതം മാറ്റിയിട്ടില്ല. ഇന്ന് മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ് ഇന്ത്യയിൽ. അതുപോലെ ക്രിസ്ത്യാനികൾ, ഇംഗ്ലീഷുകാർ വന്നു ഇന്ത്യ ഭരിച്ചു, ആരെയും നിർബന്ധിച്ച് മതം മാറ്റിയിട്ടില്ല. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും, ആഹാരത്തിന് വേണ്ടിയോ വസ്ത്രത്തിന് വേണ്ടിയോ ജോലിക്ക് വേണ്ടിയോ ഏതെങ്കിലും ഒരു വീടോ കൂടോ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ചില പാവപ്പെട്ട ആൾക്കാർ, അത് ഹിന്ദുക്കളാണ് കൂടുതലും, അവരിങ്ങനെ മതം മാറുന്നുണ്ട്, ക്രിസ്ത്യാനികളായി മാറുന്നുണ്ട്. പക്ഷേ അവര് എന്തെങ്കിലും ചികിത്സയോ അവർക്ക് കഷ്ടപ്പെടുമ്പോഴോ അവർ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴോ കന്യാസ്ത്രീകളും അച്ഛന്മാരും ഒക്കെ അവരെ സഹായിക്കാറുണ്ട്. അപ്പോൾ അതിൽ ആകർഷ്ടരായി അവർ ആ മതം മാറുന്നതാണ്. അല്ലാതെ ആരും നിർബന്ധിച്ച് ആരെയും മതം മാറ്റാൻ കഴിയില്ല. ഇപ്പോഴ് ഈ സംഘപരിവാറുകാരും BJP-ക്കാരുമാണ് നിർബന്ധിച്ച് മതം മാറ്റുന്നത്, തിരിച്ച് ഹിന്ദു ധർമ്മം. ഹിന്ദു ധർമ്മം എന്നാണ് പറയുന്നത്, മതം എന്നല്ല പറയുന്നത്. ഹിന്ദു മതം എന്നൊരു മതം ലോകത്തില്ല. ഉണ്ടെങ്കിൽ പറയണം, ആരാണ് തെളിവ് സഹിതം കൊണ്ടുപോകാം. ആരാണ് ഹിന്ദു മതം ഉണ്ടാക്കിയത്? ഇല്ല. ഹിന്ദു മതം എന്ന് പറയുന്ന ഒരു സംസ്കാരമാണ്. അത് ഹിന്ദുന്ന് പേരിട്ടത് തന്നെ മുസ്ലിങ്ങളായ അറബികളാണ് പേരിട്ടത് ഹിന്ദുന്ന്. അല്ലാതെ ഇന്ത്യക്ക് എന്ത് പേരിരിക്കുന്നു? നേരത്തെ ഹിന്ദുന്ന് അറിയപ്പെട്ടിരുന്നോ? അറബികൾ വന്നതിന് ശേഷമാണ് അത് ഹിന്ദു എന്ന് പേരിട്ടത് അവര്. ആ ഹിന്ദാണ് പിന്നെ ഇന്ത്യ ആയത്. അപ്പോ അത് നമ്മൾ മനസ്സിലാക്കണം, ചരിത്രം മനസ്സിലാക്കണം. എന്തായാലും ശരി, ഇപ്പൊ അതല്ല വിഷയം. ശരി, ക്രിസ്ത്യാനികളായവരോ അല്ലെങ്കിൽ മുസ്ലിങ്ങളായവരെയോ നിങ്ങൾ നിർബന്ധിക്കല്ലാതെ നിങ്ങളുടെ മതം, ഇപ്പൊ മതം എന്നാണ് പറയുന്നത്, ഹിന്ദു മതം സംസ്കാരമല്ല. ശരി, നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ സമുദായത്തിലോട് ചേർത്തോളി. പക്ഷേ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, കേരളത്തിലെ സംഘപരിവാറുകാർ BJP-ക്കാർ ആദ്യം ചെയ്യേണ്ടത്, BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ഷോൺ ജോർജ്. അവന്റെ ഭാര്യ എന്ന് പറയുന്ന ജഗതി ശ്രീകുമാറിന്റെ മകളായിരുന്നു, ഹിന്ദു സ്ത്രീയായിരുന്നു. അവരെ ആദ്യം തിരിച്ച് വാപ്പസി, തിരിച്ച് ഹിന്ദു മതത്തിലോട്ട് മാറ്റാൻ നോക്കൂ. ഞാൻ വെല്ലുവിളിക്കുകയാണ്. കഴിയുമെങ്കിൽ ആദ്യം അത് നടത്തുക. അതിനുശേഷമാണ് ബാക്കിയുള്ളവരെ നിങ്ങൾ മതം മാറ്റാനുള്ളത്. അല്ലാതെ പിന്നെ ഏതെങ്കിലും രീതിയിൽ മറ്റേ